Honda Hornet 160 ഇറങ്ങിയ കാലം തൊട്ട് തന്നെ മുതിർന്നവരുടെയും അതുപോലെ തന്നെ യുവാക്കളുടെയും മനസ്സ് കീഴടക്കിയ ഒരു വണ്ടിയാണ്. കാരണം യുവാക്കൾക്കിണങ്ങിയ പവറും മുതിർന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്റ്റൈലിഷ് ക്ലാസിക് ലുക്കുമാണ് ഈ ഒരു വണ്ടിയുടെ ഹൈലൈറ്റ്. കാരണം ഈ ഒരു ക്ലാസ് എ ലുക്ക് തരുന്ന ഒരു സ്പോർട്ടി വണ്ടി ഈ ഒരു സെഗ്മെന്റിൽ വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു വണ്ടിയുടെ ഓവറോൾ സ്പെക്കും പെർഫോമൻസും ടോപ്പ് സ്പീഡ് ഉൾപ്പെടെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ ചാനലായാലും പുതിയതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. CB ഹോണിൻ്റെ മോളിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഇപ്പോൾ എൻ്റെ ഹൈറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാനൊരു 5 അടിക്കാരനാണ്. പക്ഷേ എനിക്ക് കാല് ഫുള്ള് താരെ മുട്ടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഹൈറ്റ് ഉള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ കാല് കുറച്ച് എത്തിക്കുതിക്കുവാണ്. പക്ഷേ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നില്ല. നമുക്ക് അഡ്ജസ്റ്റ് നമുക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പിന്നെ ഹാൻഡിലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഒരു സ്പോർട്ടി വണ്ടിയുടെ ഫീൽ അല്ല, നമുക്ക് ലോങ് റൈഡ് കംഫർട്ട് ആയിട്ടൊരു ഹാൻഡിൽ ബാറാണ്. സോ ലോങ് പോകാൻ ഈ ഒരു വണ്ടി നല്ല കംഫർട്ടാണ്. പിന്നെ ഫ്രണ്ടിലോട്ട് നല്ലൊരു പിടുത്തമുണ്ട്. പിന്നെ ബാക്കിലിരിക്കുന്ന ആൾക്ക് പോലും ഫ്രണ്ടിലോട്ടൊരു പിടുത്തം വരുന്നുണ്ട്. സോ ലോങ് റൈഡ് കംഫർട്ട് ഈ വണ്ടി തരുന്നുണ്ട്. അപ്പോൾ സ്പോർട്ടി പെർഫോമൻസ് ലോങ് റൈഡ് കംഫർട്ട് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾ കണ്ണും കൂട്ടി ചൂസ് ചെയ്യാൻ സാധിക്കും. നമ്മളിതിന് കാലൊക്കെ ഫ്രണ്ടിൽ വെക്കുവാണെങ്കിൽ ഇതിനോട് ചേർന്നിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ ലോങ് റൈഡ് കംഫർട്ടും നമുക്ക് ഈവൻ കാലിലായാൽ പോലും കൈക്കായാൽ പോലും നടുവേദനയൊന്നും എടുക്കാതെ നമുക്ക് നല്ലൊരു ലോങ് റൈഡ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ആ രീതിയിലാണ് വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ പവർ നമുക്കിപ്പോൾ ഓടിച്ച് നോക്കി പറയാം. വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ഹോർനെറ്റ് 2.0. വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ വണ്ടി ഒരു കുതിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ നല്ലൊരു ടോർക്കി ഫീൽ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി പെർഫോമൻസ് കാര്യം ചോദിക്കുവാണെങ്കിൽ നമുക്ക് 0 to 100 ഒരു 13-14 സെക്കൻഡ് കൊണ്ട് വണ്ടി കയറുന്നുണ്ട്. നല്ല കോൺഫിഡൻസ് ആണ് നമുക്ക് വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അതിനൊന്നും ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്കൊരു നല്ല പവറുള്ള വണ്ടിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു വണ്ടി ചൂസ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ പവർ മാത്രമാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ NS എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതല്ല നിങ്ങൾക്ക് ഒരേ സമയം പവർ ലോങ് റൈഡ് കംഫോർട്ടാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഈ ഒരു വണ്ടി കണ്ണും പൂട്ടിയെടുക്കാം. അതായത് ആവശ്യത്തിന് മാന്യമായ നല്ല പവറും അതുപോലെ തന്നെ ലോങ് റൈഡ് കംഫോർട്ടുമാണ് ഈ വണ്ടി ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒത്തിണങ്ങിയ ഒരു വണ്ടിയാണെങ്കിൽ ഈ ഒരു ഹോർനെറ്റ് 2.0 ഒരു നല്ലൊരു ചോയ്സാണ് നിങ്ങൾക്ക്. ഇനി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ഇതൊരു ബിഗിനേഴ്സിന് പറ്റിയ വണ്ടിയാണ്. കാരണം ബിഗിനേഴ്സൊക്കെ എപ്പോഴും ഒരു 150cc വണ്ടിയായിരിക്കും സ്കൂട്ടറിൽ നോക്കി അപ്ഡേഷൻ വന്ന് അപ്ഗ്രേഡ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 150cc വണ്ടി നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഹോർനെറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം ഒരു 150cc വണ്ടി എടുത്ത് കുറേ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിച്ചാൽ തോന്നും ആ ഒരു വണ്ടിക്ക് പവർ കിട്ടത്തില്ലെന്നൊരു ഫീൽ നമുക്ക് തോന്നും, പവർ ഇല്ലാന്നൊരു ഫീൽ തോന്നും. അങ്ങനെ നിങ്ങൾ ഹോർനെറ്റ് എടുക്കുവാണെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്ക് വരത്തില്ല. കാരണം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന പവർ ഈ ഒരു വണ്ടി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കോൺഫിഡൻസ് ആണ് നമുക്ക് ഓവർടേക്ക് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ഇനി ഇവൻ്റെ സസ്പെൻഷൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്കിലൊരു മോണോഷോക്കാണ്. നമ്മൾ കട്ടലിലൊക്കെ വരുമ്പോൾ വലുതായിട്ടൊരു കുലുക്കമൊന്നും അറിയുന്നില്ല, നല്ലൊരു കംഫോർട്ട് തരുന്നുണ്ട്. ഫ്രണ്ടിൽ UFD ഫോക്കാണ്, ടെലിസ്കോപ്പിൽ നിന്ന് അപ്ഡേഷൻ വന്നതാണ്. അപ്പോൾ ഈ UFD ഫോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു റൈഡിങ്ങിൽ തന്നെ നമുക്കൊരു കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈവൻ ബ്രേക്കിങ്ങിലായാൽ പോലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആ UFD ഫോക്ക് നമുക്ക് തരുന്നുണ്ട്. ഇനിയും ബ്രേക്കിങ്ങിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ ഫ്രണ്ടും ബാക്കും ABS ആണ്. ഫ്രണ്ടിൽ ABS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബാക്കിൽ പാറ്റൽ ഡിസ്ക് ആണ്. ഈവൻ ബാക്കിലായാൽ പോലും തന്നെ നല്ലൊരു പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻ്റ് ഒന്നും എടുത്തു പറയാനില്ല, നല്ല സ്മൂത്ത് ബ്രേക്കിംഗ് ആണ്. ഇനി എഞ്ചിൻ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ലിക്വിഡ് കൂൾ സിസ്റ്റം ഒന്നും കാണാനില്ല, പഴയ പോലെ എയർ കൂൾ സിസ്റ്റം തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ പോലും തന്നെ വണ്ടിക്ക് കാര്യമായ ഹീറ്റിംഗ് ഒന്നും ഇല്ല ഇത്ര നേരം ഓടിച്ചു നോക്കിയിട്ട്. അപ്പോൾ എയർ കൂൾഡായാൽ തന്നെ ഈ വണ്ടിക്ക് വലുതായ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മളൊരു 3/4 മണിക്കൂറോളം ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇത്രയും നേരം ഓടിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ ഹാൻഡിലൊക്കെ കാണാൻ പക്ക സ്പോർട്ടി ലുക്ക് ആണെങ്കിൽ തന്നെ നമുക്ക് ഒരു സ്പോർട്ടി റൈഡിങ് പൊസിഷൻ അല്ല വണ്ടിയിൽ. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. സീറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ നല്ല കംഫർട്ടുണ്ട്. അപ്പോൾ ലോങ് റൈഡിന് പറ്റിയ വണ്ടിയാണ്. ഇത്രയും നേരം ഓടിച്ച സ്ഥിതിക്ക് എൻ്റെ കൈക്കോ നടുവിനോ ഒന്നും ഒരു വലിയൊരു പെയിനും ഒരു സ്ട്രെസ്സും ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് ഒരു ലോങ് റൈഡ് കംഫർട്ടാണ് ഈ ഒരു വണ്ടിയുടെ സ്ട്രക്ചർ. അപ്പോൾ അതിന് എനിക്ക് ഹോണ്ടയുടെ ഒരു ബിഗ് താങ്ക്സ്. പിന്നെ നമ്മൾ കാര്യമായ കോർണറിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ വണ്ടി കുറച്ച് സമയത്ത് നമുക്ക് കിട്ടിയുള്ളൂ. പക്ഷേ നമുക്ക് വളവിലൊക്കെ നല്ല കോൺഫിഡൻസുള്ള വണ്ടി തിരിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കോർണറിങ് കേപ്പബിലിറ്റി ഉള്ള വണ്ടിയും കൂടാണ് ഇത്. ഇനി പഴയ മോഡലായാലും പുതിയ മോഡലായാലും കാര്യമായ വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഈ വണ്ടിയിലില്ല. അത് നമുക്കിനി പഴയതായാലും പുതിയതായാലും നമുക്ക് അറിയാൻ സാധിക്കും. നല്ലൊരു കോൺഫിഡൻസ് ഓവർടേക്കിംഗ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്.
നമ്മൾ വണ്ടി ഓടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതൊരു ടിപ്പിക്കൽ ഹോണ്ടയാണ്, വലിയ സൗണ്ടും കാര്യമൊന്നും കിട്ടത്തില്ല. പക്ഷെ നമ്മൾ കൈ കൊടുക്കും തോറും ഈ ഒരു വണ്ടിയുടെ സൗണ്ട്, ആ ഒരു സൗണ്ട് കൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ ഒരു മുരക്കം നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പം ആ ഒരു സ്പോർട്ടി പെർഫോമൻസ് കിട്ടും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരേ സമയം പ്രായമുള്ളവർക്കും യുവാക്കൾക്കും ഇണങ്ങിയ ഒരു വണ്ടിയാണ് ഇവനെന്ന്. അപ്പോൾ ഓക്കെ, നമുക്കിനി വണ്ടിയുടെ സ്പെക്ക് ബൈ സ്പെക്കായിട്ട് നമ്മുടെ വണ്ടിയുടെ റിവ്യൂ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുവരെ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഗൈസ് നമ്മുടെ എല്ലാം. സോ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു സ്റ്റെബിലൈസേഷൻ ഇഷ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ജെർക്കിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്ത് വേണം വീഡിയോ കാണേണ്ടത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഇതാണ് ഗൈസ് ഹോണറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഇപ്പോൾ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും 170 17 ഇഞ്ച് വീലുകളാണ് വണ്ടിയിൽ വരുന്നത്. മോറോവർ നമുക്കിവിടെ ഫ്രണ്ടിൽ ABS സിസ്റ്റം വരുന്നുണ്ട്. BS6 എല്ലാ വണ്ടിക്കും ABS വരുന്നുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് UFD ഫോക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു UFD ഫോക്ക് തന്നെ വണ്ടിയുടെ ഏറ്റവും വലിയ ലുക്ക് തന്നെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫ്രണ്ടിൽ നിന്ന് ലുക്ക് തന്നെ ആ ഫോക്ക് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. മോറോവർ ഹോണ്ടയുടെ വണ്ടികളിൽ ആദ്യമായിട്ടാണ് UFD ഫോക്ക് വരുന്നത്. അപ്പം ഒരു ഡ്യൂക്കിന് കിട്ടുന്ന അതേ സസ്പെൻഷൻ, ഒരു മോർ കംഫോർട്ടും ഈ വണ്ടി കിട്ടുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു മസിൽ ഫീൽ ചെയ്യുന്ന ഒരു ടയർ സൈസാണ് ഇതിൽ കാണുന്നത്. അതിന് മുകളിൽ അതേ ഒരു മാസി രീതിയിലുള്ള ഒരു മൾഗാർഡും വരുന്നുണ്ട്. മുകളിലോട്ട് ഹെഡ് ലാമ്പിൻ്റെ കൂടെ വരുവാണെങ്കിൽ ഫുള്ള് LED ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു അഗ്രസീവ് ലുക്ക് കിട്ടുന്നുണ്ട്. മോറോവർ ഇവൻ ഇൻഡിക്കേറ്റർ വരെ ഒരു LED ആണ് ഇവർ കൊടുത്തേക്കുന്നത് ഈ വട്ടം. അപ്പോൾ ആ ഒരു കുറേ ചേഞ്ചസ്, കുറേ സ്പോർട്ടി ലുക്ക് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് കറക്റ്റ് കിട്ടുന്നുണ്ട്. ഇനിയും നമ്മൾ സൈഡിൽ നിന്ന് നോക്കുന്നെങ്കിൽ ഹോണ്ടയുടെ എംബ്ലം വരുന്ന ഒരു ടാങ്ക് കവർ ഇവിടെ വരുന്നുണ്ട്. മോറോവർ ഹോണ്ടയുടെ ഹോണറ്റ് എന്നൊരു പേരും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് വണ്ടി കുറച്ചും കൂടെ സ്പോർട്ടിയും കുറച്ചും കൂടെ അഗ്രസീവ് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു സൈഡ് വ്യൂ വെച്ച് നോക്കുവാണെങ്കിൽ പക്കാ സ്പോർട്ടി. അപ്പോൾ നേരത്തെ വണ്ടി ഇഷ്ടപ്പെടാത്ത ഒരു ക്ലാസി ലുക്കായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കുറച്ചും കൂടെ സ്പോർട്ടിയാക്കി. ഈ ഒരു UFD ഫോക്കിൻ്റെ ഫ്രണ്ടിൽ വന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇനി സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഹോണ്ട 2.0 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം എൻജിൻ സൈഡൊക്കെ നല്ലപോലെ ഹൈഡ് ചെയ്തേക്കുവാണ്. ഇപ്പോൾ ഒരു കറക്റ്റ് നേക്കഡ് ബൈക്കിൻ്റെ ലുക്ക് ഇവിടെ ഈ വണ്ടിക്കും കിട്ടുന്നുണ്ട്. ഇനി മുകളിൽ നോക്കുവാണെങ്കിൽ ഈ വണ്ടി ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് സ്പ്ലിറ്റ് സീറ്റ്. അപ്പോൾ നേരത്തെ ഒരു സിംഗിൾ സീറ്റ് ആയിരുന്നു. ഇപ്പോൾ സ്പ്ലിറ്റ് സീറ്റ് വന്നപ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡായി. അപ്പോൾ കുറേ ഉപകാരപ്പെട്ടു, കുറച്ചും കൂടെ സ്പോർട്ടി ലുക്ക് വന്നു. മോറോവർ നല്ലൊരു സോഫ്റ്റ് ലോങ് റൈഡ് കംഫോർട്ട് തരുന്ന സീറ്റാണ്. അതുപോലെ തന്നെ നേരത്തെ ഇവിടുത്തെ ഒരു കളർ പോകുന്ന കുറേ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ പ്ലാസ്റ്റിക് ക്വാളിറ്റി പോരായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അതിന് ഹോണ്ടയുടെ ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ആ ഒരു ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ ആ ഒരു മസ്കുലർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. മോറോവർ നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സീറ്റുമാണ് ഇവിടെ കിട്ടുന്നത്. ഇനി അവൻ്റെ ഹാൻഡിൽ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി സ്പോട്ട് ചെയ്യാൻ നമുക്ക് ഡ്യൂക്കിലൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലാണ്. അതിൽ താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടാണ് നമ്മുടെ കീ ഇടേണ്ടത്. അപ്പോൾ അത് വെറൈറ്റിയാണ്, കുറച്ചും കൂടെ ഒരു അഗ്രസീവ് ലുക്ക് അവിടെ നിന്നും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി ഇവന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ഫുള്ളി ഡിജിറ്റലാണ്. നമുക്കിവിടെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ന്യൂട്രൽ, ABS, ലൈറ്റ്, പെട്രോളിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, സ്പീഡോമീറ്റർ, ടൈം ഉൾപ്പെടെ എല്ലാ ഫെസിലിറ്റിയും വരുന്നതാണ്. അതുമാത്രമല്ല നമ്മൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ നേരത്തെ നമുക്ക് എഞ്ചിൻ ഓൺ ഓഫ് ബട്ടൺ ഇല്ലായിരുന്നു. ഇപ്പോൾ ആ ബട്ടൺ വന്നു. മോറോവർ ഇവരൊരു പുതിയ ബട്ടൺ ഉണ്ട്, 4 സൈഡ് ഇൻഡിക്കേറ്റർ. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറാണ്. നമ്മൾ സാധാരണ ആൾക്കാരൊക്കെ എക്സ്ട്രാ പൈസ കൊടുത്ത് കണക്ട് ചെയ്യുന്ന സാധനമാണ് ഇവർ ഇൻബിൽറ്റ് ആയിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ എഞ്ചിൻ ഓൺ ഓഫ്, ഹോണ, ഇൻഡിക്കേറ്റർ, ഡേ ടൈം, പാസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇനി നമ്മൾ ബാക്കിലേക്ക് വരുവാണെങ്കിൽ 140 70 R17 17 ഇഞ്ച് വീലുകളാണ് ഈ വണ്ടി കൊടുത്തേക്കുന്നത്. ബാക്കിൽ ABS ഇല്ല, പക്ഷേ ബാക്കിൽ നമുക്ക് ഡിസ്ക് കിട്ടുന്നുണ്ട്. അവിടെ നമുക്കൊരു സ്റ്റൈലിഷ് അലോയ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. സ്റ്റൈലിഷ് അലോയ് ആണ്, ട്യൂബ്ലെസ് ടയറാണ്. പിന്നെ മോണോഷോക്കിൻ്റെ കാര്യം അത് ഹൈഡ് ചെയ്തേക്കുവാണ്. പക്ഷേ നേരത്തെ കാട്ടിൽ കുറച്ചും കൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് പ്രീവിയസ് മോഡലിനെക്കാട്ടിൽ. എന്നാലും ഒരു ഹൈഡ് തന്നെയാണ്. പിന്നെ ആ ഒരു ബാക്ക് ലുക്ക് നോക്കുവാണെങ്കിൽ ആ ഒരു നേക്കഡ് ഫീൽ ഇവിടെ നമുക്ക് ഏത് രീതിയിൽ നോക്കിയാലും വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി എക്സോസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ശബ്ദം കേൾപ്പിച്ച് തരാം. അപ്പം പഴയതിൽ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ സ്പോർട്ടി ഫീൽ ചെയ്യുന്ന സൗണ്ടാണ് ഇതിൽ വരുന്നേക്കുന്നത്. സോ എക്സോസിൻ്റെ ഭാഗത്ത് നിന്നൊരു മാന്യമായ സൗണ്ട് കിട്ടുന്നുണ്ട്. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് വരുമ്പോഴത്തേക്ക് എക്സോസ് നോയ്സ് കുറച്ചും കൂടെ ഹൈ ആയിട്ടുണ്ട്, കുറച്ചും കൂടെ സ്പോർട്ടി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് വണ്ടി ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിന് ഹോണ്ടയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. ഇനി ബാക്കിൽ നിന്ന് മുകളിലോട്ട് വരുവാണെങ്കിലും അവിടെ അഗ്രസീവ് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. 4 സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം ബാക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. മോറോവർ എക്സ് ഷേപ്പിലുള്ള ഒരു ടെയിൽ ലാമ്പാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഗാബ്രിയലിൻ്റെ കാര്യം അതും സ്പോർട്ടിയാണ്. അപ്പം ബാക്കിൽ നിന്ന് നോക്കിയാലും സൈഡിൽ നിന്ന് നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും വണ്ടി കുറച്ചും കൂടെ സ്പോർട്ടിയാണ്. മെയിനായിട്ടുള്ള കമ്പാരിസൺ നോക്കുവാണെങ്കിൽ നമ്മൾ ബാക്ക് ടയർ സൈസ് പഴയതിനും പുതിയതുമായിട്ട് സെയിം ടയർ സൈസാണ് വരുന്നത്. ഡിസ്കിൻ്റെ സൈസിനും ഒരു മാറ്റവുമില്ല. പഴയ സെയിം ഡിസ്ക് സൈസാണ്, 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ പഴയതിന് കിക്കർ സപ്പോർട്ട് വരുന്നു, പുതിയ മോഡലിന് കിക്കർ ഇല്ല, ഒൺലി സെൽഫ് സ്റ്റാർട്ട് മാത്രമാണ്. നേരത്തെ BS4 160cc ആയിരുന്നു ഹോണറ്റ്. പക്ഷേ ഇപ്പോൾ അത് വന്നപ്പോൾ അത് 2.0 184 bhp വന്നത്. അപ്പോൾ രണ്ടും എയർ കൂൾഡാണ്. ഇവർ വണ്ടി വലിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലിക്വിഡ് കൂളിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. പിന്നെ BS6 എഞ്ചിനാണ്. നേരത്തെ 162cc വണ്ടി ഇപ്പോൾ 184cc ആയി. അപ്പോൾ അവർ വലിയൊരു അപ്ഡേഷൻ നമുക്ക് പവറിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ലുക്കിൽ മാത്രമല്ല പെർഫോമൻസിൽ ഇവൻ്റെ ഒരു നല്ല പവർ കിട്ടുന്നുണ്ട്. പിന്നെ
ഇത് പുതിയ വണ്ടിക്ക് BHP 17.02 BHP വരുന്നുണ്ട്. അപ്പോൾ സോ മോർ സ്പോർട്ടി പവർ നമുക്ക് അപ്പാച്ചയുടെ കൂടെ ഒക്കെ വേണമെങ്കിൽ കട്ടയ്ക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. പിന്നെ ടോർക്കിൻ്റെ കാര്യത്തിൽ നേരത്തെ 14.5 Nm ആയിരുന്നു, അത് 6500 RPM. ഇപ്പം 6000 RPM 16 Nm ടോർക്ക് കിട്ടുന്നുണ്ട്. സോ കുറച്ചുകൂടി ടോർക്കി വണ്ടിയാണ് ഈ ഒരു പുതിയ വണ്ടി ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഏറ്റവും വലിയ ഹൈലൈറ്റ് UFD സ്പോക്കാണ് ഡ്യൂക്കിന് വരുന്ന പോലെ. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ വണ്ടിയുടെ ഫ്രണ്ടിൽ ലുക്കും കംഫർട്ടും വേറെ ലെവലാണ്. പിന്നെ ഡിസ്ക് ഫ്രണ്ടിൽ ABS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് മാറ്റങ്ങളാണ്. പിന്നെ അസാഡ് ലാമ്പ് ഇവിടെ വരുന്നുണ്ട്. 141 കിലോ വരുമ്പോൾ ഇവൻ 142 കിലോയാണ്. അപ്പോൾ 1 കിലോ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും നമുക്കിപ്പം ആ ഒരു വെയിറ്റ് തന്നെ എല്ലാം കുറച്ചുകൂടെ കൂടുതലാണ്. വെയിറ്റ് ആയാലും പവർ ആയാലും പെർഫോമൻസ് ആയാലും തന്നെ ലുക്ക് ആയാലും തന്നെ ഇവൻ എഞ്ചിൻ CC ഉൾപ്പെടെ കുറച്ച് പരിധികളിൽ ഒരുപടി മുമ്പിലാണ്. നമുക്കിനി ഇവനെ ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി അറിയേണ്ടത് വണ്ടിയുടെ പ്രൈസും എൻ്റെ ഒപ്പീനിയനുമാണ്. അതിന് മുമ്പ് നമുക്കിനി വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തന്നത് ഷൈമസ് ഹോണ്ട മാവേലിക്കരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മാവേലിക്കര ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും ഡീറ്റെയിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് കോൾ ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾ ഒരു സ്കൂട്ടറിൽ നിന്നൊരു ബൈക്കിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധാ ഒരു വണ്ടി ഓടിച്ചിട്ടൊരു സ്പോർട്ടി ബൈക്കിലേക്ക് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ ഏത് യൂട്യൂബർ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ 150cc വണ്ടി എടുത്തിട്ട് വേണം നിങ്ങൾ ഒരു 200cc വണ്ടിയിലോട്ട് പോകാൻ. കാരണം ഒരു FC പോലുള്ള വണ്ടികൾ ഓടിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു വണ്ടിയിലോട്ട് പോകാനാണ് എല്ലാവരും ഒന്ന് പറയുന്നത്. കാരണം ആ ഗിയറൊക്കെ ഇട്ട് പഠിച്ചും സെറ്റായിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പറയും കുറച്ചുകൂടെ പവർ ഉണ്ടായിരുന്നത് നിങ്ങൾ ആലോചിക്കും. അങ്ങനെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എടുക്കാൻ പറ്റിയ വണ്ടിയാണ് ഹോർനെറ്റ്. കാരണം നിങ്ങൾക്കൊരു ബിഗിനറിന് പറ്റിയ നല്ലൊരു സോഫ്റ്റ് ക്ലച്ചും തരുന്ന നല്ലൊരു പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. അതുമാതിരി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിലും അതിനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു നല്ല പെർഫോമൻസ് നല്ലൊരു പവറും ഈ വണ്ടിക്കുണ്ട്. അപ്പോൾ ഒരു പവർ കം ഒരു കംഫർട്ടാണ് ഈ വണ്ടി തരുന്നത്, അല്ലെങ്കിൽ ഒരു പവർ കം ഹാൻഡിലിംഗ് ആണ് ഈ വണ്ടി തരുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ഉറപ്പായിട്ടും ഈ ഒരു വണ്ടി ചൂസ് ചെയ്യണം. കാരണം അതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു 150 വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഹോർനെറ്റ് കൊണ്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ 131,852 ഇതിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാനോ വണ്ടി വാങ്ങാനോ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ഷൈമസ് ഹോണ്ടയുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരു ക്രേസി വണ്ടിയുടെ ഏത് വീഡിയോ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് ആപ്പിൾ സൈനിങ് ഔട്ട്. ബൈ.